നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരവിപുരം സീറ്റിൽ RSP സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനും പരിഗണനയിലുണ്ട് എന്നതാണ് കൗതുകകരമായ ഒരു വാർത്ത. യുവമുഖത്തെ പരിഗണിക്കുകയാണെങ്കിൽ കാർത്തികിനായിരിക്കും മുൻതൂക്കമെന്നാണ് സൂചന. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരിനും ചവറയിൽ ഷിബു ബേബി ജോണുമായിരിക്കും മത്സരിക്കുക. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷമീർ, അങ്ങനെ സജീവമായി വേദികളിൽ കണ്ടിട്ടില്ലാത്ത ആളാണ് കാർത്തിക്, അങ്ങനെ തെരഞ്ഞെടുപ്പ് വേദി രാഷ്ട്രീയ പ്രവർത്തന വേദിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടെന്നാണോ? തീർച്ചയായിട്ടും RSPയിൽ അത്തരത്തിലൊരു ആലോചനയുണ്ട്. നമുക്കറിയാം, അർച്ചന ഇരവിപുരം സീറ്റിൽ മത്സരിക്കുന്നത് LDFിൻ്റെ സീറ്റാണ്. RSP LDFിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അവിടെ 3 തവണ അസീസ് വിജയിച്ച സീറ്റ്. പിന്നീട് മുന്നണി മാറ്റത്തിന് ശേഷം അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ വിജയിച്ചു വരുന്നത് നൗഷാദാണ്, CPMൻ്റെ നൗഷാദാണ്. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, പ്രദേശവാസി കൂടിയാണ്. അദ്ദേഹം അവിടെ മത്സരിച്ച് വിജയിച്ചു വരുന്നത്. അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടണമെങ്കിൽ, ഒരു യുവമുഖത്തെ പരിഗണിക്കണമെങ്കിൽ RSPയിലെ 2ാം നിര, അദ്ദേഹം നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ RSP വേദികളിലൊന്നും വരാത്ത ഒരാളാണ്. അച്ഛൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ പിന്നാമ്പുറത്ത് മാത്രം പ്രവർത്തിക്കുന്നയാളാണ് കാർത്തിക് പ്രേമചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ, ഒരു യുവമുഖത്തെ പരിഗണിക്കുകയാണെങ്കിൽ കാർത്തിക് പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും ഇരവിപുരത്ത് മത്സരിക്കുക. അതല്ലെങ്കിൽ മറ്റ് 2 സാധ്യതകളുള്ളത് RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജി ഡി ആനന്ദ്, അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലെ നിലവിലെ കൗൺസിലർ, ഇപ്പോൾ ജയിച്ചു വന്ന കൗൺസിലറായ MS ഗോപകുമാർ തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. അതുമല്ല, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് പരിഗണിക്കുന്നതെങ്കിൽ നൗഷാദ്, അതായത് അവിടെ മുൻ കൗൺസിലറായി മത്സരിച്ച് 2 തവണ വിജയിച്ചിട്ടുള്ള നൗഷാദിൻ്റെ പേരും പരിഗണനയിലുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരത്ത് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ്റെ മകൻ മത്സരിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒക്കെ ചർച്ചകൾ ഇപ്പോൾ RSPക്കുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ RSPക്ക് കൊല്ലം ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. അതിൽ കുന്നത്തൂർ സീറ്റാണ്. കുന്നത്തൂർ സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കോവൂർ കുഞ്ഞുമോൻ്റെ ബന്ധുവായ ഉല്ലാസ് കോവൂരാണ് മത്സരിച്ചത്. ഉല്ലാസ് കോവൂരും വലിയ നേരിയ ഭൂരിപക്ഷത്തിൽ, വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഇത്തവണ ആ സീറ്റ് തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉല്ലാസ് കോവൂരും ഉള്ളത്. അതുകൊണ്ട് ഉല്ലാസ് കോവൂർ തന്നെയായിരിക്കും ഈ കുന്നത്തൂർ സീറ്റിൽ മത്സരിക്കുക. പിന്നീട് ഈ RSPയുടെ തട്ടകമായ ചവറ, നമുക്കറിയാം RSPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണാണ് ചവറ, ബേബി ജോണിൻ്റെ മണ്ണാണ് ചവറ. ആ ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും ഇത്തവണയും കളത്തിൽ ഇറങ്ങുക എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ വിജയൻ പിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയാണ് നിലവിൽ MLA ആയിട്ടുള്ളത്. അത്തരത്തിലൊരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ തവണ വളരെ നേരിയ 1000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുജിത് വിജയൻ പിള്ള വിജയിച്ചത്. അതുകൊണ്ട് അവിടെ ഷിബു ബേബി ജോൺ തന്നെ മത്സരിക്കാനാണ് സാധ്യത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ RSPയുടെ പ്രാതിനിധ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും തന്നെ നിയമസഭയിലില്ല. അതുകൊണ്ട് മിനിമം 2 സീറ്റിലെങ്കിലും വിജയിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരവിപുരം സീറ്റാണ് അവർ ഉറ്റുനോക്കുന്നത്. ആ സീറ്റിൽ വിജയിക്കാനായിട്ടാണ് പുതിയ തന്ത്രങ്ങൾ ഇപ്പോൾ RSP പയറ്റുന്നത്. അതാണ് ഒരു പുതിയ പേരുകൂടി, കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരുകൂടി ഇതിലേക്ക് ഉയർന്നു വരുന്നത്. ഹർഷൻ, എന്തായാലും കാർത്തിക് പ്രേമചന്ദ്രൻ്റെ പേര് കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് RSP ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള സൂചനയാണ് ഇന്നിപ്പോൾ കൊല്ലത്ത് നിന്ന് ഷമീർ നൽകുന്നത്.